തുടർച്ചയായി 4 ദിവസത്തെ ഓണാവധിയിലേക്ക് കടന്ന് കേരളത്തിലെ റെയിൽവേ ഡിവിഷൻ ഓഫീസുകൾ. റെയിൽവേ കലണ്ടർ പ്രകാരം ഇന്നു മുതൽ 28-ാം തീയതി വരെ റെസ്ട്രിക്റ്റ് ഹോളിഡേ അടക്കം 4 അവധി ദിനങ്ങളാണ് കേരളത്തിലെ റെയിൽവേ ജീവനക്കാർക്ക് ലഭിക്കുക. അവധി ദിനങ്ങൾ കാരണം ഒഴിഞ്ഞുകിടക്കുന്ന പാലക്കാട് ഡിവിഷൻ ആസ്ഥാനത്തിന് മുന്നിലായിരിക്കും UDF MPമാരുടെ നിരാഹാര സമരം എന്നതും അടിവരയിടേണ്ടതാണ്. പ്രതിഷേധം കാണേണ്ട ഉദ്യോഗസ്ഥർ കേരളത്തിൽ തന്നെ ഉണ്ടാകില്ല എന്ന് സാരം. ഇത് റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ ആസ്ഥാനം. ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ദിനംപ്രതി 1000-ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഇടമാണ്. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ഡിവിഷൻ ആസ്ഥാനത്ത് ആളനക്കമൊന്നുമില്ല. വിരലിലെണ്ണാവുന്ന കുറച്ച് RPFൻ്റെ ഉദ്യോഗസ്ഥരും സിഗ്നലിലെ ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇപ്പോഴുള്ളത്. കാരണം ഇന്ന് മുതൽ 4 ദിവസം നീണ്ട അവധിയിലേക്ക് ഡിവിഷൻ ആസ്ഥാനം കടക്കുകയാണ്. ഇന്ന് നബിദിനം അവധിയാണ്. നാളെ തിരുവോണം. നാളെയും മറ്റന്നാളും റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സ് ആണ്, RH ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജോലി ചെയ്യുന്ന 2 ഡിവിഷണൽ ഓഫീസുകളുടെ ആസ്ഥാനം പരിപൂർണമായും തന്നെ നിശ്ചലമാകും. ഇന്നിപ്പോൾ പാലക്കാട് ഡിവിഷണൽ ആസ്ഥാനവും അതാണ് അവസ്ഥ. ഇതിനുശേഷം മറ്റന്നാൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ജയന്തി, അങ്ങനെയുള്ള 2 ദിവസത്തെ അവധി. അങ്ങനെ തുടർച്ചയായി 4 ദിവസത്തെ അവധിയിലായിട്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അവരുടെ കുടുംബവുമായി വിനോദസഞ്ചാരത്തിനായി അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്കോ പോയിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും നിശബ്ദമായ ഈ സമയത്താണ് നാളെ UDF MPമാർ ഇവിടെ സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നത്. അവിടെ ഡിവിഷൻ സ്ഥാനത്തിൻ്റെ ഫ്രണ്ടിൽ പോസ്റ്ററുകളൊക്കെ പതിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ എന്തായാലും സമരം ചെയ്യാൻ പറ്റിയ സമയം, എങ്ങും നിശബ്ദം, ആരുടെയും ശല്യമൊന്നും ഉണ്ടാകില്ല. സാധാരണ സമരം ചെയ്യുന്നത് പ്രതിഷേധം അറിയിക്കാനാണ്. അധികാരികളുടെ മുമ്പിലാണ് സമരം ചെയ്യുക. ഇവിടെ അധികാരികളൊന്നുമില്ല, ആരുമില്ല, എല്ലാം അവധിയായി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന സമയത്ത് വിരലിലെണ്ണാവുന്ന പാറാവുകാരുടെ മുമ്പിലായിരിക്കും ഈ സമരം. ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് കൊണ്ട് ആരുടെ ശ്രദ്ധ തിരിച്ചുവിറ്റാനാണ്, എന്ത് ലക്ഷ്യം നേടാനാണ് എന്ന സംശയം മാത്രമാണ് ഇനി ബാക്കിയുണ്ടാവുക. പാലക്കാട് നിന്ന് സന്തോഷ് സർലി.